തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 27-കാരി ജീവനൊടുക്കി മരിച്ചത് വർക്കല സ്വദേശിയായ ആരതി. ഭർതൃപീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബം പറയുന്നത്. ശാരീരിക പീഡനത്തിന്റെ തെളിവായി ആരതി അയച്ച ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. എസ് ശാലിനി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശാലിനി, ഈ ആരതിയുടെ മരണം ഇതിനകം തന്നെ വലിയൊരു ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഭർത്താവിന്റെ കൊടിയമായ പീഡനങ്ങളാണോ ഈ 26-കാരിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത്? ആരതി കുടുംബത്തിനയച്ച ചിത്രങ്ങൾക്കകത്ത് ഇത് തെളിയിക്കുന്നുവെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാലിനി, ഗൗതം, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം ആറ്റുകാലിൽ ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആറ്റുകാൽ വാർഡ് പരിസരത്താണ് ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി താമസിച്ചുകൊണ്ടിരുന്നത്. ആരതി 27 വയസ്സുകാരിയാണ്. ഭർത്താവുമൊത്ത് ഇവിടെ കുറച്ച് നാളുകളായി വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇവിടെ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഭർത്താവ് അതുലുമായി തർക്കങ്ങളും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തർക്കങ്ങളുണ്ടായി. തൊട്ടു പിന്നാലെ തന്നെ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. വാതിലടച്ചതിന് ശേഷം പിന്നീട് വാതിൽ തുറക്കാതെ ആയതോടുകൂടിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ആറ്റുകാൽ വാർഡ് കൗൺസിൽ കൂടിയായിട്ടുള്ള ആറ്റുകാൽ വാർഡ് കൗൺസിൽ അടക്കമുള്ളവർ ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ആരതിയെ കാണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വാർഡ് കൗൺസിൽ അടക്കമുള്ളവർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇരുവരും തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങളും സംശയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം അടക്കമുള്ളവർ ഇപ്പോൾ ആരോപിക്കുകയും ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇരുവരും തമ്മിലുണ്ടായിരുന്നു. ശാരീരിക പീഡനമടക്കം ആരതി നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. 50 പവനിലധികം നൽകിക്കൊണ്ടായിരുന്നു ഈ വിവാഹം ആരതിയുടെ നടത്തിയത്. അതിനുശേഷം പിന്നീട് ഈ സ്വർണ്ണമെല്ലാം തന്നെ അതുൽ വിറ്റു എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു. കബളിപ്പിച്ചുള്ള ഒരു വിവാഹമായിരുന്നു നടന്നത് പിന്നിൽ എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സംശയം ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് വലിയ ആരോപണങ്ങൾ ഈ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഈ സ്ഥലത്തെ വാർഡ് കൗൺസിൽ കൂടിയായിട്ടുള്ള ശ്രുതി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രുതിയാണ് ഈ സംഭവ സമയത്ത് ഇവിടെ എത്തുന്നത്. ശ്രുതി, എത്തുമ്പോൾ എന്തായിരുന്നു അറിയുന്നത്? എന്തായിരുന്നു ഇൻഫർമേഷൻ കിട്ടിയത്? ഞാനിവിടെ വരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ കൂടെ വാതിൽ ചവിട്ടി തുറക്കുമായിരുന്നു. ഈ പറഞ്ഞ അതുൽ മരിച്ച കുട്ടിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് അപ്പോൾ പോലീസ് എത്തി. ആ സമയത്ത് തന്നെ പോലീസ് എത്തുകയുണ്ടായി. എന്താ പറയുക, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടക്കുന്നുണ്ട്. തഹസിൽദാർ അകത്തിരിപ്പുണ്ട്. ഇൻക്വസ്റ്റ് കഴിഞ്ഞു. ഇനി അവർ FIR തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഇപ്പം നാട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അറിയുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി ആരുടെ മിണ്ടാറൊന്നുമില്ല. ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ വരുന്ന സമയത്ത് പോലും ഇവിടെ ആരും ഉണ്ടാവില്ല. രാവിലെ പോയി വൈകിട്ടാണ് രണ്ടുപേരും വരുന്നത്. അപ്പോൾ ആ കുട്ടി അങ്ങനെ ആരോടും മിണ്ടാറില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറഞ്ഞ് നമ്മൾ അറിയുന്നത്. എന്താണ് ഇവിടെ നാട്ടുകാർ വരുമ്പോൾ എന്താ പറയണത്? എന്തായിരുന്നു അവസാനം? ഈ ശാലിനി, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വരുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്നത്. ഞാനല്ലാണ്ട് ഇവിടെ വരുന്നത് നമ്മുടെ കോർപ്പറേഷൻകാർ തൂക്കാൻ വരുമ്പോഴൊക്കെയാണ് ചില കാര്യങ്ങൾ വെള്ളമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളിവിടെ വരുന്നത്. അല്ല എപ്പോഴും വരാറില്ല. എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ വരികയാണ്. അപ്പം ഇന്നലെ വന്നപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ എത്തുന്ന സമയത്താണ് നാട്ടുകാർ ഇങ്ങനെ പറയുന്നത് വഴക്കുണ്ടായിരുന്നു, ഇന്നലെയൊക്കെ എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ പിക്ചർ അറിയത്തില്ലല്ലോ. എന്തായാലും പയ്യൻ ആ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. എന്നില്ലായിരുന്നു. ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, വഴക്കുകളുണ്ടായിരുന്നു. അത് പതിവായിരുന്നു. അതിൽ തുടർന്നുള്ള പ്രശ്നങ്ങളുടെ തുടർച്ച എന്നോണമാണ് ഇതേപോലെ തന്നെ ആരതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വർക്കലയിലാണ് യുവാവിൻ്റെ വീടുള്ളത്. അതുൽ എന്നാണ് യുവാവിൻ്റെ പേര്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വർക്കലയിലെ ഈ അതുലിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്ത് ജനപ്രതിനിധി നമുക്ക് ചേരുന്നുണ്ട്. കുട്ടിയുടെ വീട് എങ്ങനെയായിരുന്നു ഇവർ തമ്മിൽ പ്രശ്നങ്ങളുള്ളത് നേരത്തെ അറിയാമായിരുന്നു? ഇവർ മുമ്പ് ആ ഒരു 5 മാസത്തിന് മുമ്പായിട്ടേ പ്രശ്നങ്ങളുള്ളതാണ്. കാര്യം 5 മാസം മുമ്പ് ഈ കുട്ടീനെ ഈ അതിലെന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചതിൻ്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം കൂടെ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന സ്വർണ്ണമായിട്ട് കല്യാണം കഴിച്ച് വിട്ടിട്ട് ആ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് വിൽക്കുകയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് ഈ അവരെ സ്വന്തക്കാരെല്ലാവരും പറയുന്ന ഒരു കാര്യം. പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങനെ അത് കേസായിട്ട് അങ്ങനെ എന്തെങ്കിലും അല്ല, അതിൽ അവരെ വീട്ടുകാർ ഇതൊരു വലിയ വിഷയമാക്കാതെ മറ്റുള്ള ആരുടെ സ്വന്തക്കാരുടെ പോലും പറയാതെ അമ്മയും മാത്രമായിട്ട് അതങ്ങ് അങ്ങ് പറഞ്ഞു തീർക്കാനുള്ള രീതിയിൽ അങ്ങ് ഒതുക്കി തീർത്തുന്നതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. എൻ്റെ വാർഡിലാണ്, നേരിട്ട് അറിയാവുന്നവരാണ്. ഈ കുട്ടീനെ ഉൾപ്പെടെ നേരിട്ട് അറിയാവുന്നതാണ്. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പറാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ്. നല്ല ഫാമിലിയാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുമാണ്. കുടുംബാംഗങ്ങളടക്കം പറയുന്നത് ഇവരെ ചതിച്ചു എന്നാണ്, വിവാഹം നടത്തി ചതിച്ചു എന്നാണ്. അങ്ങനെ ഒക്കെ ഉണ്ടോ? അങ്ങനെ തന്നെയാണ് പൊതുവായിട്ട് ഒരു ഇതെന്ന് പറയുന്നത്. കാര്യം കുറേ വേറെ ജോലിയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗൾഫിലൊക്കെ എന്നൊക്കെ പറഞ്ഞാണ് കല്യാണം നടത്തിയെന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. അത് ഏതാണ്ട് ശരിയായിട്ടുള്ള ഇതാണ്. അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞാണ് ഈ സംഭവിച്ചത്. ഇതിൽ
ഇപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള പരിസരവാസികൾ തന്നെ പറയുന്നതെന്ന് പറയുന്നത് ഇവിടെ ഈ കുട്ടി കയറി കതവടച്ചു. ഈ കതവടച്ച സമയത്ത് ഈ പറയുന്ന അതിലെന്ന് പറയുന്ന വ്യക്തി ഇവിടെ വീട്ടിൻ്റെ വെളിയിലുണ്ടായിരുന്നെന്നും, അപ്പോൾ ഈ കതവടയ്ക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരെ ഒന്ന് വിളിച്ചറിയിച്ചെന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടാവസ്ഥയിലോട്ട് മാറത്തില്ലായിരുന്നു. നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഈ അടുത്തുള്ള ആരെയും അറിയിച്ചതുമില്ല, ഒന്നും ചെയ്തില്ല. കൂട്ടുകാരനെ ഫോൺ ചെയ്ത് വിളിച്ച് വരുത്തിയ ഒരു സാഹചര്യമുണ്ട്. കൂട്ടുകാരനും കൂട്ടുകാരൻ്റെ ഭാര്യയും കൂടെ വന്നതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതേണക്കൊരു വഴക്കുണ്ടായി കയറി ഒരു ആൾ കതവടയ്ക്കുമ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരെയോ ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ അപ്പം തന്നെ വന്ന് കതവ് ചവിട്ടി തുറന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാതെ വെളിയിലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്ന നാളാണ് അറിയാൻ പറ്റിയത്. അതിൽ അത്തരത്തിൽ ഒരു പ്രവർത്തനം ചെയ്തു എന്നുള്ളതാണ്. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് വീടിന് തൊട്ടുപുറത്ത് അതിലുണ്ട്, വീട്ടിൽ മുന്നിൽ കസേരയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു രക്ഷാപ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ വാതിൽ ചവിട്ടി തുറന്ന എന്താണ് അകത്ത് നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യ ഭീഷണി മുഴക്കോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ശ്രമമാണോ എന്നൊന്നും പോലും നോക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരതിയുടെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് മറന്നേക്ക് വരുന്നത്. നമുക്ക് മനസ്സിലാവാൻ സാധിക്കും, ഒരു വിവാഹ തട്ടിപ്പ് തന്നെ നടത്തി 50-ലധികം പവൻ വാങ്ങി, സ്വർണം വാങ്ങി വിവാഹം നടത്തിയ സ്വർണ്ണമെല്ലാം വിറ്റു തുലച്ചു എന്നുള്ളതാണ് ആരതിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ തർക്കങ്ങളും വഴക്കുകളും പതിവായിരുന്നു. ആ പ്രശ്ന പരിഹാരം നടത്താൻ കുടുംബവും കാര്യമായി ഇടപെട്ടില്ല എന്നുള്ളതാണ്. കാരണം വിവാഹ ജീവിതത്തിൽ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ അമ്മയടക്കമുള്ളവർ അതിനെ സമാധാനപ്പെടുത്തി മുന്നോട്ട് പോയതാണ്. പക്ഷേ അവിടെ ഒരു പരിഹാരം ഉണ്ടായിരുന്നുവെങ്കിൽ, കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആരതി ഇന്ന് 27കാരി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും കാര്യമായ ഇടപെടൽ നടന്നിട്ടില്ല. സ്ത്രീധന പീഡനം, ഒപ്പം തന്നെ സംശയരോഗം അടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നുള്ളതാണ് കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ഇവിടുത്തെ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. 26കാരി ആറ്റുകാലിൽ ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. ശാലിനിയാണ് വിശദാംശങ്ങൾ